വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും സേറയുടെ സ്കിൻ കെയർ റൂട്ടീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെയും കൂടി സ്കിൻ കെയർ റൂട്ടീൻ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ട്യൂഷൻ ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടും പിന്നെ ഞാൻ കുളിച്ച് ഒക്കെ ഒന്ന് റെഡിയാകാമെന്ന് വിചാരിച്ചു. ഞാൻ സ്കിൻ കെയറും ഫേസ് പാക്കൊക്കെ ഇടാനുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ടൈം 4 o'clock സംതിങ് ആയിട്ടുള്ളൂ. എനിക്കൊരു 5:30 ആകുമ്പോൾ ട്യൂഷന് പോയാൽ മതി. അതാകുമ്പം എനിക്ക് നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് പോകാമല്ലോ. അപ്പം അതുകൊണ്ട് സേളുടെ മോർണിംഗ് റൂട്ടീൻ ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സ്കിൻ കെയറും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ മാത്രമാണ് കാണാൻ പോകുന്നത് കേട്ടോ. എൻ്റെ എന്താണെന്ന് വെച്ചാൽ ട്യൂഷന് പോകാനുണ്ട്. പിന്നെ ട്യൂഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഡാൻസിന് പോകും. അതുകൊണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഡാൻസിന് ഇവിടെ എത്തുമ്പോൾ തന്നെ 7 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് പഠിക്കുക, കിടന്നുറങ്ങുക. ഇത് തന്നെയാണ്. സ്കൂൾ ഓപ്പൺ ചെയ്താൽ പിന്നെ പ്രത്യേകിച്ച് ഒരു പണികളും ഇല്ല നമുക്ക് ചെയ്യാനായിട്ട്. എന്തെങ്കിലും അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും, പഠിക്കാനുണ്ടാവും, ട്യൂഷന് പോവും. ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എടുക്കാനായിട്ടൊന്നുമില്ല. വെക്കേഷൻ ടൈം ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കളേഴ്സോ ഡ്രോയിങ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും ഇടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ടൈം കളയുന്നില്ല. ഓക്കെ ബാ. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ബാ. ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഹിമാലയയുടെ ഈ ഒരു ബ്രൈറ്റനിങ് വിറ്റമിൻ സി ബ്ലൂബെറി ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് ഓൺലൈനിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സേറയും ഞാനും വേറെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹിമാലയയുടെ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ടാണ് ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടിനൊക്കെ എനിക്കൊരു ഫീല് തോന്നി. എൻ്റെ സൗണ്ടിനൊക്കെ ഒരു മാറ്റം ഉണ്ടെന്ന്. എന്താണെന്ന് അറിയില്ല. ഞാൻ കുറച്ച് തണുത്തോളൊക്കെ നിലവിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് വെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് ഇട്ടിട്ടാണ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തീരാറായിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് വാങ്ങണമല്ലോ. കുറച്ചിട്ടു ഉണ്ടോ. ഇതിനുള്ളിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ അധികം നേരം ഇട്ടൊന്നും സ്ക്രബ് ചെയ്യുന്നില്ല. എനിക്ക് കണ്ണിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കണ്ണിലൊക്കെ സോപ്പാവും. അപ്പോൾ ഗൈസ്, പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. 5:30 മുമ്പ് ട്യൂഷന് റെഡിയായി നിൽക്കണമെന്ന് പറയാനായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഫേസ് പാക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ആബ് ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് പൗഡറിൻ്റെ ഒപ്പം. ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ. കേർഡോ മിൽക്കോ എന്ത് വേണമെങ്കിലും നോർമൽ വാട്ടർ വെച്ചാണെങ്കിലും നമുക്ക് ഈ ആഡ് ഗുഡ്നസിൻ്റെ ഒരു ബീട്രൂട്ട് പൗഡർ ഏത് പൗഡർ ഇട്ടിട്ടും നമുക്ക് ഫേസ് പാക്ക് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബീട്രൂട്ട് പൗഡർ ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് ഞങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന ടിന്ന് വന്നിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത്ര മതിയാവില്ലേ സാറാ? മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇടുന്നുള്ളൂ. കുറച്ചും കൂടെ വേണ്ടി വരുമല്ലേ. അപ്പോൾ നമുക്ക് സേറ ലിപ് സ്ക്രബ് മാത്രമാണ് ചെയ്തത് അല്ലേ? ഫേസ് പാക്ക് കിട്ടോ? അപ്പോൾ നമുക്ക് ഇത് ഡെയിലി ഒന്നും ഞാൻ ഇടാറില്ല. ചില ദിവസങ്ങൾ മാത്രമൊക്കെ ആയിട്ട്. ചില ദിവസം മീൻസ് സൺഡേ. ഇനി ഞാൻ ഇന്ന് കാലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ച്. അപ്പോൾ ഇനി നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും നമുക്ക് മതി. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് ഇടുന്നുള്ളൂ. ഓൾറെഡി സേറിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര തിക്കായിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം.
നിങ്ങളിപ്പോൾ റോസ് വാട്ടർ ഇട്ട് കഴിഞ്ഞാലില്ലേ സേവ, ഈ റോസ് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒപ്പം തന്നെ? ഇല്ലല്ലേ, റോസ് വാട്ടർ കുറച്ച് വെള്ളം ആഡ് ചെയ്യണതിന് കുഴപ്പമില്ല. ആ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേടാണ്. എനിക്കും കേട് ഒഴിച്ചാൽ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിലല്ല, ഇതിപ്പോൾ ഭയങ്കര ഒരു തിക്ക് ഒരുമാതിരി, എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനെ ഇടുന്നതും ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിനൊരു ഇറിറ്റേറ്റ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചും കൂടെ എന്നും പറഞ്ഞാൽ ലൂസും ആയിരിക്കരുത്, അങ്ങനെ മീഡിയം. കേടിടുമ്പോൾ അങ്ങനെ വരില്ല. കേടിടുമ്പോൾ ഒരു തിക്ക് ആൻഡ് ലൂസ് എല്ലാം മിക്സ്ഡ് ആയിരിക്കും. ഇത് കുഴപ്പമില്ലല്ലേ, ഇത് പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഞാൻ കൂടുതൽ ഉണ്ടാക്കില്ലായിരുന്നു വെച്ചാൽ അമ്മാമ്മ ഓൾറെഡി ഇട്ടതാണ്, അതുകൊണ്ട് അമ്മാമ്മയും ഇനി ഇടില്ല, ഞാൻ മാത്രമാണ് ഇടാൻ പോകുന്നത് ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് നേരെ റൂമിൻ്റെ അകത്ത് പോയിട്ട് ഇടാം. അപ്പോൾ ഞാൻ മിററി നോക്കിയിട്ട് ഇടുന്നു. അപ്പോൾ ഞാനൊരു ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാക്സിമം ഒരു ഇത്രയും തിക്നെസ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബീട്രൂട്ട് പൗഡറിൻ്റെ ഫേസ് മാസ്ക്. എന്താണെന്നറിയില്ല, ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മാമ്മയ്ക്ക് ഇഷ്ടമായില്ല, എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമായില്ല. ഫ്ലാഷ് വന്നിട്ട് മിററിൽ കാണുമ്പോൾ എന്തോ പോലെ. ഇത് അമ്മാമ്മയുടെ ഓൾഡ് മിററാണ് കേട്ടോ, അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നല്ല കൺസിസ്റ്റൻസി ആയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് മിക്കവാറും അധികം നേരം വെക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ട്യൂഷന് പോകാനുള്ളതാണ്. ഞാൻ അതിന് ഓവറായിട്ട് ട്രൈ ആക്കണ്ട കേട്ടോ. ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല. ലിപ്സിൽ അപ്ലൈ ചെയ്തോ? ആണോ? ഞാൻ അപ്ലൈ ചെയ്തു. ഹാൻഡ്സ് കൊണ്ട് അപ്ലൈ ചെയ്തപ്പോലെ മതി. ഞാൻ ഹാൻഡ്സും കൊണ്ടാണ് കുറച്ചും കൂടെ ആക്കിക്കോ, അടുക്ക തിക്കായിട്ടായിക്കോളാം. ഒറ്റ ദിവസം കൊണ്ട് അധികം പിങ്ക് ആവില്ല കേട്ടോ. ഒരു എൻ്റെ കാണുന്നില്ലല്ലേ, ഈ ഒരു ഇതൊക്കെ വരുള്ളൂ. പക്ഷേ നിങ്ങൾ അടുപ്പിച്ച് അങ്ങനെ ഇടണ്ട, എന്നാലും നാച്ചുറലായിട്ട് മെയ്ഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇട്ടാൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ലിപ്സൊക്കെ മാറും. ഇനി കൂടുതൽ സംസാരിച്ച വല്ലിലൊക്കെയും പിന്നെ ഹോമിറ്റയും കഴിച്ച ഫുഡെല്ലാം പോവും. ഇപ്പോൾ തന്നെ സ്മെല്ല് എന്തോ ലാകുന്നുണ്ട്, എന്താ വല്ലിലൊക്കെ എനിക്ക് സേന കാണുമ്പോൾ സിനിമയിലെ ഒരാളോ അടങ്ങിയിരിക്കട്ടെ. സൈനപ്പം നമ്മൾ ഫേസ് പാക്കിന് യൂസ് ചെയ്ത ബൗളൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പോയക്കുവാണ്. ലിപ്സിലൊക്കെ എന്തോ ആക്കിയിട്ട് സ്മെല്ല് സൈനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സ്മെല്ല് കുഴപ്പമില്ലാണ്ട് തോന്നി, പക്ഷെ അത്ര നല്ലതല്ല. എന്തോ ഉപ്ടാൻ പൗഡറിൻ്റെ പിന്നെ കുഴപ്പമില്ല, നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കെയർ ആണോ സൈൻ്റെ സ്കിൻ കെയർ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം. അയ്യോ, കമൻറ്റ് ബോക്സ് എൻ്റെ കയ്യിൽ ഓഫായി. പക്ഷേ ഒരു ന്യൂഡിൽസ് റെസിപ്പി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിൽ കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ ഓഫായോന്ന് അറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ ആണോ സൈൻ്റെ ആണോ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഗൈസ് ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവറായിട്ട് ഡ്രൈ ആക്കണ്ട കേട്ടോ. ഓവറായിട്ട് ഡ്രൈ ആക്കുകയും വേണ്ട, അതും പോലെ അത് നല്ലതല്ല. അതുകൊണ്ടിട്ട് ഞാനിത് വാഷ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വാഷ് ചെയ്യാൻ പോവാം. ഗൈസ് ഞാൻ ലിപ്പിലും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടല്ല കേട്ടോ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഒരു തവണ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തതാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് വേണം വാഷ് ചെയ്യാൻ. ഓക്കെ, അതിന് അത്രയും ഡ്രൈയൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പോരും. സ്ക്രബ് ചെയ്യാനില്ല കേട്ടോ എനിക്ക്. ഞാനിതിനും കുറച്ചും കൂടെ ഡ്രൈ ആക്കിയായിരുന്നു. അത്രയും നേരം ദീർഘ്യമുണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ എനിക്ക് ട്യൂഷൻ ക്ലാസ്സിന് പോകണം. വെച്ചിട്ട് നേരം വെച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ടായി. വലിപ്പ് ഏകദേശം ഓക്കെ. അപ്പോൾ നമുക്ക് പോയിട്ട് വൈപ്പ്
ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ നമ്മുടെ സ്കിൻ കെയറിലേക്ക് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇത് ട്രയൽ പാക്ക് പോലെയല്ലേ സർ? അപ്പോൾ സോറി, ട്രയൽ പാക്ക് അല്ല, ഇങ്ങനെ ഉണ്ടെന്നാണ് സേവ പറയുന്നത്. അവരുടെ സൈറ്റിൽ ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫേസ് ടോണറാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്കിൻ കെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ സ്കിന്നിന് അത്രയും ഗ്ലോ കിട്ടിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം നേരം വെച്ചില്ലല്ലോ, ഒരു 15 hours കൂടി ഞാൻ വെച്ചിട്ടില്ല. 15 minutes പകുതി പോലും ഞാൻ വെച്ചിട്ടില്ല. മാക്സിമം 10 minutes. ഇത്രയും വേണ്ട, കുഴപ്പമില്ല, എടുത്തോ. അത് എന്താ അത്ര എടുക്കണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിക്കി ആയിപ്പോ. സോപ്പ് പോലെ. അതാണ് നമ്പാണ് അങ്ങനെയൊക്കെ വരും. അപ്ലൈ ചെയ്യാനുള്ളതാണ്, നമുക്ക് നല്ലപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇത് അത്യാവശ്യം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇടാനുള്ള സിറമാണ്. അപ്പോൾ സിറം ശരിക്കും അത്രയും നല്ല കേട്ടോ കുട്ടികളുടെ മുഖത്ത് ഇടുന്നത്. സേവക്കും അത്രയും നല്ലതെന്നല്ല. ഞാൻ അധികം ഇടാറൊന്നുമില്ല. ഞാൻ കുറച്ച് സിറമാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമുക്ക് എൻ്റെ സ്കിന്നിൻ്റെ വലുപ്പമാണെന്ന് അറിയില്ല. എനിക്ക് ഇത്രയും ദിവസം ഇട്ടിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു പൊള്ളുന്ന പോലെ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഈ കുരുവിൻ്റെ മേളിലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ടായി, നീറ്റൽ പൊട്ടിയ കുരുവിൻ്റെ മേളിൽ ഗൈസ്, അല്ല പിമ്പിൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോണർ അല്ല, സിറം ഇട്ട് കൊടുത്തു. വിറ്റമിൻ സി സിറം അല്ലേ? വിറ്റമിൻ സി സിറം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫേസ് ക്രീമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 finger റൂളിൽ ഇട്ട് കൊടുക്കാം. 2 finger റൂളിൽ സൺസ്ക്രീനാണ് ശരിക്കും. പക്ഷെ കുഴപ്പമില്ല, ക്രീം നമുക്ക് അങ്ങനെ. പിന്നെ സാധാരണ ഇങ്ങനെ ഇടുന്ന ഞാനിങ്ങനെ തന്നെ ഇടുന്നത്. എനിക്ക് ഇങ്ങനെ എടുത്തിടാൻ മടിയാവും. ഇങ്ങനെ ഇട്ടാൽ സിമ്പിളാ. ഇപ്പോൾ അധികം ഞാൻ ഫേസ് ക്രീം എടുത്തില്ലായിരുന്നു. ഓൾറെഡി അത്യാവശ്യ സാധനങ്ങളെല്ലാം ഓവറാണ്. സ്കിന്നിൽ ഞാൻ കുറച്ചിടുന്നതിനൊക്കെ കൂടുതലാണ് ഇട്ടത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫേസ് ക്രീം ഇടുന്നതാണ്. ഫേസ് ക്രീം ഇട്ട് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നിന് അത്യാവശ്യം ഒരു ഗ്ലോയും അത്യാവശ്യം വേണ്ട നമ്മുടെ സ്കിന്നൊക്കെ ആക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇത്രയും സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ എക്സ്ട്രാ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലോ അങ്ങനെ ഒന്നും ഞാൻ ഇടുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ സ്കിൻ കെയർ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.